നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 293 293. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 293. തൃതീയ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകമാണ് നമുക്ക് പറയേണ്ടത്. ഈ അധ്യായം വളരെ കുറച്ച് നീണ്ടതാണ്, 72 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 31-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തേജസാൻ ഇന്ദ്രിയാണ്യേവാ ക്രിയാ ജ്ഞാനവിഭാഗശ പ്രാണസ്യ ഹി ക്രിയാശക്തിർ ബുദ്ധേർ വിജ്ഞാനശക്തിത. പൊതുവെ ഈ കപിലോപദേശം ഏകാദശ സ്കന്ധത്തിലുള്ള വേദാന്ത പ്രകരണങ്ങളെക്കാൾ മേലെ നിൽക്കും. കാരണം ഇവിടെ ഡയറക്റ്റ് അറ്റാക്കാണ്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എന്താണ് ഈശ്വരൻ, എന്താണ് മനസ്സ്, എന്താണ് അന്തര്യാമി, എന്താണ് എന്താണെന്നാ പറയുക, മനസ്സെന്ന് മാത്രം അന്ധക്കരണങ്ങൾ എന്നൊക്കെ ഉള്ളതേ. അപ്പോൾ നോക്കുക, ഇതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോവുക. പ്രവൃത്തിജ്ഞാനം എന്ന വിഭാഗങ്ങളോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായാൽ പോരാ, അതിനെപ്പറ്റി ഒരു ജ്ഞാനം സമ്പാദിച്ചാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രവൃത്തിജ്ഞാനം എന്ന വിഭാഗങ്ങളോടുകൂടി ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായവ തന്നെ. എന്തുകൊണ്ടെന്നാൽ പ്രവൃത്തി സാമർഥ്യം പ്രാണൻ്റേതാകുന്നു. പ്രാണബലം ഇല്ല എന്ന് വിചാരിക്കുക. എങ്ങനെ പ്രവൃത്തി ചെയ്യുക? അപ്പോൾ പ്രാണൻ്റേതാകുന്നു. അറിവാനുള്ള ശക്തി ബുദ്ധിയുടേതാകുന്നു. അറിവാനുള്ള ശക്തി പ്രാണൻ്റെ അല്ല, അത് ബുദ്ധിയുടെയാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തിയെ പറയുന്നു. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇങ്ങനെ 2 വകയായ ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായവ തന്നെ. എന്തുകൊണ്ടെന്നാൽ ക്രിയാശക്തി പ്രാണനിൽ നിന്നും ജ്ഞാനശക്തി ബുദ്ധിയിൽ നിന്നും ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്നു. പ്രാണനും ബുദ്ധിയും രാജസാഹങ്കാരത്തിൽ നിന്നും ഉണ്ടാവുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവ തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങൾ സ്വാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടാവുകയോ എന്ന് ശങ്കിക്കരുത്. അതാണ്. അതായത് സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടാവുകയാണ്, സ്വാത്വികാഹങ്കാരത്തിൽ നിന്നൊന്നും ഉണ്ടാവില്ല, നേരെ മോശമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 32-ാമത്തെ ശ്ലോകം. അതായത് ഒരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് ഈ ആഖ്യാനത്തിൻ്റെ നാരായ പേര്. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ 32-ാമത്തെ ശ്ലോകം. താമസാശ്ച വികുർവാണാത് ഭഗവത് വീര്യചോദിതാത് ശബ്ദമാത്രം അഭൂതസ്മാൻ നഭ ശ്രോത്രം തു ശബ്ദകം. ഭഗവാന്റെ വീര്യത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതും വികാരത്തെ പ്രാപിച്ചതുമായ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്വരൂപമായ സൂക്ഷ്മദ്രവ്യം ഉണ്ടായി. അതിൽ നിന്ന് ആകാശം, ശ്രോത്രം എന്ന ഇന്ദ്രിയമാകട്ടെ ശബ്ദത്തെ ഗ്രഹിക്കുന്നതാണ്. അതാണ് ചെവി, അല്ലേ? ചെവി ഇല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ല. ചെവി ഉണ്ടായാൽ പോരാ, ചെവിയുടെ പിന്നിലുള്ള ഡയഫ്രം വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആ ഡയഫ്രത്തിനെ പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ്, ശുദ്ധബോധം ഉണ്ടാവണം. അല്ലാണ്ട് ചെവി രൂപമുണ്ടായിട്ട് കാര്യമില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. തന്മാത്രകൾ ഉണ്ടായ രീതിയെ പ്രതിപാദിച്ചും കൊണ്ട് മഹാഭൂതങ്ങളുടെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും
ഇത് മുതൽ 15 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. അതാണ് 72 ശ്ലോകം ഉണ്ടെന്ന് പറയാൻ കാര്യം. ഇന്നലെ എണ്ണി നോക്കി. അപ്പോൾ ഈശ്വരൻ്റെ ശക്തി സ്വരൂപമായ കാലത്തിൻ്റെ പ്രേരണ നിമിത്തം കാലം ഇപ്പോൾ തുളസി കുത്തിയിട്ടാൽ അതിനൊരു നിശ്ചയ കാലമുണ്ട്. അതിന് വേര് പിടിച്ച് പുതിയ തൂമ്പ് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ കുത്തിയിട്ടതല്ലേ എന്ന് ചോദിച്ചിട്ട് ദിവസേന എടുത്തു നോക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഈശ്വരൻ്റെ ശക്തി സ്വരൂപമായ കാലത്തിൻ്റെ പ്രേരണ. ആ കാലത്തെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ശനിദശ 19 കൊല്ലം, മറ്റുള്ളത് ഇത്ര നീണ്ടിട്ട് ഒരു ദശയില്ല. പ്രശ്നമോ? അപ്പോൾ ആ ശനീശ്വരനെ വന്നിച്ചും കൊണ്ടായാൽ ഇത്ര ഗുണം വേറെ ഒന്നിലുമില്ല. ഇപ്പം എനിക്ക് സാധാരണ 90% ആൾക്കാരും ശനിദശയിലാണ് വീട് വയ്ക്കലും പിന്നെ കാറ് വാങ്ങലും ഒക്കെ ഉണ്ടാവുക. പ്രശ്നമോ? അപ്പോൾ പറഞ്ഞു, താമസാഹങ്കാരത്തിന് രൂപമാറ്റം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മദ്രവ്യമായ ശബ്ദമുണ്ടായി, അതിൽ നിന്ന് ആകാശമുണ്ടായി. ശ്രോത്രമെന്ന ഇന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിപ്പാനുള്ള കാരണമാകുന്നു എന്ന് പറഞ്ഞു. ഈ 15 ശ്ലോകവും ഒന്നിനോടൊന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റ് ഉണ്ടല്ലേ, ഈ ശരീരത്തിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്, അതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ്. അല്ലാണ്ട് ഇത് 18-ാം നൂറ്റാണ്ടിലത്തെ എന്താണെന്നാ പറയുക, സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, പിന്നെ പിന്നെ വളരെ ദുർലഭ ആൾക്കാരെ ഓൾഡ് ഈസ് ഗുഡ് എന്ന് പറയുള്ളൂ. മറ്റത് അങ്ങനെയല്ല. ന്യൂ ജനറേഷന് ഓൾഡ് ഇഷ്ടമല്ല. അതായത് തിരസ്കരിക്കപ്പെടേണ്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. അവിടെയാണ് നമുക്ക് നാശം സംഭവിച്ചത്. എന്തായാലും അടുത്ത ശ്ലോകം 33. അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദ്രഷ്ടുർലിംഗത്വമേവ ച തന്മാത്രത്വം ച നഭസോ ലക്ഷണം കവയോ വിദു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് അത്. ആശ്രയത്വം, അർത്ഥാശ്രയത്വം. അർത്ഥം അറിയാതെ കൊണ്ട് എനിക്ക് ഭാഗവതം വായിക്കാൻ സാധിക്കാൻ എന്താ കാര്യം? അപ്പോൾ ഞാൻ ശിഷ്യപ്പെടുന്നതിൻ്റെ മുമ്പേ തന്നെ കിളിപ്പാട്ട് ഭാഗവതം പഠിക്കുക കാരണം എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഉപദേശം കിട്ടുമ്പോൾ എനിക്ക് ഒരു പാരായണക്കാരനെ കണ്ടിട്ട് ഞാൻ ആശ്ചര്യഭരിതനായിട്ടുണ്ട്. കാര്യം എന്താ, എനിക്ക് അത്ര സ്പീഡിൽ വായിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ വായിക്കാൻ ഞാൻ അത്രത്തോളം വേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഉദ്ദേശം ഞാൻ ആചാര്യനാവുന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യേണ്ടി വരുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കരുതിയിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. മനയത്താറ്റ് മനയ്ക്കൽ വലിയ പിന്നെ എന്താണെന്നാ പറയുക, വാസുദേവൻ കുഞ്ഞിൻ്റെ അച്ഛൻ ചന്ദ്രശേഖര തിരുവടികൾ, അദ്ദേഹമാണ് പണി പറ്റിച്ചത്. എന്നെപ്പറ്റി അതായത് അദ്ദേഹത്തിന് ഒരു ഭക്തൻ, അത് അദ്ദേഹത്തിന് അറിയാം. ഭാഗവത ഭക്തദാസനാണ്. ഗുരുവായൂർ ഏകാദശിക്ക് എല്ലാ ആൾക്കാരെ കൊണ്ടും വിളക്ക് വെച്ച് പിന്നെന്താണെന്നാ പറയുക, അർച്ചനാ ബിംബത്തിൽ ഹരേ രാമ ചൊല്ലി കാലത്ത് സൺറൈസ് ടു സൺസെറ്റ് വരെ നമ്മുടെ സ്വന്തം ചെലവിൽ ചെയ്തിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഏതാനും ദാരിദ്ര്യമുള്ള സമയം, ഓഫീസിലുള്ള സമയം, എനിക്കതൊരു ബർഡനായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അനുഭൂതി ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അത് വളരെ 100 മടങ്ങ് നന്നായിട്ട് ഇപ്പോൾ എൻ്റെ അഭാവത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി ഗുരുവായൂർ ഏകാദശി. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ, അപ്പോൾ എന്താ പറഞ്ഞത്, അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദൃഷ്ടുർലിംഗത്വമേവ ച തന്മാത്രത്വം ച നഭസോ ലക്ഷണം കവയോ വിദു. ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം, ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ അവസ്ഥ, അതാണ് അർത്ഥം അറിയണം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്സ്റ്റൈലിൽ പോയിട്ട് എല്ലാം പിടിച്ച് നോക്കും, നമ്മൾക്കൊരു ചുക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം എന്താ, അത് ടെക്സ്ചർ നമ്മളിപ്പോൾ പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ചവരല്ലല്ലോ, അത് പഠിച്ചവർക്കല്ലേ അതിനെപ്പറ്റി അറിയുള്ളൂ. നമുക്ക് മിനുസുണ്ടോ റഫാണോന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. സാരമില്ല. അപ്പോൾ കാണുന്നവൻ്റെ ജ്ഞാപകമെന്നുള്ള ഭാവം, അറിവുണ്ട് എന്നുള്ള ഭാവം, ആകാശത്തിൻ്റെ സൂക്ഷ്മസ്വരൂപത്വം,
ശബ്ദലക്ഷണം എന്ന് ജ്ഞാനികൾ അറിയുന്നു. ആകാശമില്ലെങ്കിൽ ശബ്ദമില്ല എന്ന് ജ്ഞാനികൾക്കറിയാം. ഇത് വായിച്ചവർക്ക് അല്ലേ അറിയുള്ളൂ. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ശബ്ദത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട്. ദ്രവ്യം എന്ന ഒന്നുണ്ട് എന്ന് അറിയിപ്പിക്കുന്നത് ശബ്ദമാകുന്നു. ആൾ മറവിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആൾ മറവിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ ആന ഇതാ പോകുന്നുവെന്നോ മറ്റോ ശബ്ദിക്കുന്നത് കേട്ടാൽ നേത്രത്താൽ ആളെ കാണുന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് ചിലത് കാണുന്നുണ്ട് എന്ന് ശബ്ദം അറിവ് തരും. ഇല്ലേ? എന്തൊരു മണിക്കിലുക്കം കേൾക്കണത്. ദാ ആ വരമ്പത്ത് കൂടെ ആന പോകുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് ആ വരമ്പും ആ ആനയും മനസ്സിലാവും. ആന കാണാത്തവന് അറിയില്ല. സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്താണെന്ന് കരയിൽ പോയി കണ്ടവന് അറിയുള്ളൂ അല്ലേ? യാത്ര ചെയ്തവന് കുറേ കൂടി അതിൻ്റെ പ്രക്ഷുബ്ധതയെ പറ്റി പറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ കണ്ടു. അത് എനിക്കും പുതിയൊരു അറിവായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഒരു ഉദാഹരണം പറയാം. കുറേ കണ്ടെയ്നറായിട്ട് കപ്പൽ പോയി വിചാരിക്കുക. അവിടുന്ന് വരുമ്പോൾ എംടി ആണെങ്കിൽ എത്രത്തോളം സാധിക്കും അത്രത്തോളം വെള്ളം നിറയ്ക്കും. അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് തന്നെ മണ്ണ് നിറയ്ക്കും. എന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ്. ഏകദേശം കരയിൽ നിന്ന് ഒരു 5-6 നോട്ടിക്കൽ മൈലോ ഉള്ളൂ വിചാരിക്കുക. ആ മണ്ണ് അവിടെ ഇടും, ഡിസ്പോസ് ചെയ്യും. കാരണം അപ്പോൾ അവർ തന്നെ റീസൺ പറഞ്ഞെന്താ, എത്ര വലിയ കപ്പലാണെങ്കിലും കടൽക്ഷോഭം ഉണ്ടാവുമ്പോൾ വെയിറ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ മറയാൻ സാധ്യത അതായത് കാറ്റിൽ കടലാസ് പറക്കണ കൂടുതൽ പറക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഘനമാണ് കാറ്റിനെ സഹിക്കണത്. അപ്പോൾ എനിക്ക് 73 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്കാണ് ഈ ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണം എന്നില്ല. അതൊരു പോരായ്മയല്ല കേട്ടോ, ഇനി അതുമാണല്ലോ പറയുക. പക്ഷെ നമ്മൾക്ക് അറിയാത്തത് വേറൊരാൾ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയരുത് ദയവ് ചെയ്തിട്ട്. അവിടെയാണ് കാര്യങ്ങളുടെ കടപ്പ്. അപ്പോൾ നേത്രത്താൽ ആളെ കാണുന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് ചിലത് കാണുന്നുണ്ട് എന്ന് ശബ്ദം അറിവ് തരും. ആകാശമുണ്ടോ എന്നറിയുവാനുള്ള മാർഗം ശബ്ദമാണ്. അതായത് നമ്മൾക്കിപ്പോൾ ചിലവർക്ക് കുടവയറുണ്ടാവും. ഇനിയിപ്പോൾ കുടവയറില്ലെങ്കിലും ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ വൻകുടലും ചെറുകുടലും ചില മെഷീൻ സമ്പ്രദായമൊക്കെ പക്ഷേ അവിടെ സ്പേസ് ഉണ്ട്. അതാണ് ഈ ഡോക്ടർമാർ കൈകൊണ്ട് തട്ടി നോക്കും. ഈ 2 വിരൽ വെച്ച് ഇടത് വിരലിന് 2 പക്ഷേ ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഗ്യാസൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ തട്ടി നോക്കിയാൽ ഭം ഭം ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അത് പുറത്ത് നമുക്ക് ഇപ്പോൾ വെടി പൊട്ടിയാൽ നമുക്ക് മനസ്സിലാവും സ്പേസാണ് എന്നുള്ളത് പ്രതീക്ഷയിലെ. അപ്പോൾ എന്നറിവാനുള്ള ആകാശമുണ്ട് എന്നറിവാനുള്ള മാർഗം ശബ്ദമാണ്. ആകാശത്തിൻ്റെ സൂക്ഷ്മരൂപമായ സ്വരൂപമാണ് ശബ്ദം എന്നിങ്ങനെ കവികൾ എന്ന് പറഞ്ഞ ഋഷീശ്വരന്മാരെ എന്നാണ് പ്രതീക്ഷയിലെ. വാൽമീകി രാമായണം എന്നുള്ള ഇതിഹാസം എഴുതി, വ്യാസർ മഹാഭാരതം എഴുതി. പക്ഷേ വ്യാസരെയും വാൽമീകിയേക്കാൾ ഇന്ന് ആൾക്കാർ മലയാളത്തിൽ 4 പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചാൽ അവരാണ് വലിയവരെന്ന് തെറ്റിദ്ധരിക്കുന്നൊരു സമൂഹമാണ്. അപ്പോൾ പറഞ്ഞു ആകാശത്തിന് ശബ്ദഗുണം എന്ന് പര്യായം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി 34-ാമത്തെ ശ്ലോകം. ഭൂതാനാം ഛിദ്രദാതൃത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസ്സോ വൃത്തിലക്ഷണം. അതിൻ്റെ വാക്കാർത്ഥം, ഭൂതങ്ങൾക്ക് ദ്വാരത്തെ കൊടുപ്പാനുള്ള ശക്തി,
ദ്വാരത്തെ പുറം ഉള്ള എന്നതും പുറം ഉള്ള എന്നതും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയ്ക്ക് വസിപ്പാനുള്ള സ്ഥാനത്തെ നൽകുന്നതും, അതായത് പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയ്ക്ക് വസിപ്പാനുള്ള സ്ഥാനത്ത് നൽകുന്നതും ആകാശത്തിൻ്റെ വ്യാപാര രൂപമായ ലക്ഷണമാണ്. ഇപ്പോൾ ഉള്ളിൽ മനസ്സുണ്ടെങ്കിൽ ഉള്ളിൽ സ്പേസ് ഉണ്ട് എന്നർത്ഥം, ശൂന്യത ഉണ്ട് എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, കാര്യം കൊണ്ട് കാരണത്തെ അറിയണമെന്നുള്ള ന്യായം. എന്താ കാര്യം? അവന് കാരണം എന്താണെന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് അറിയാം, സാധാരണക്കാരന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം കൊണ്ട് കാരണത്തെ അറിയണമെന്നുള്ള ന്യായപ്രകാരം ആകാശത്തിൻ്റെ കാര്യരൂപമായ ലക്ഷണം പറയുന്നു. ബ്രഹ്മാദിസ്തംഭ പര്യന്തമുള്ള സകല ഭൂതങ്ങൾക്കും വസിക്കുവാനുള്ള അവകാശം സിദ്ധിക്കുന്നത് ആകാശത്തിൽ നിന്നാകുന്നു. ആകാശം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. മരങ്ങൾ എങ്ങോട്ടാണ് വളരുക? പറയൂ. ഭൂമിയിൽ നിന്ന് മരങ്ങൾ എങ്ങോട്ടാണ് വളരുക? ഭൂമിയിൽ നിന്ന് 100 110 സ്റ്റോറി ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കും ആകാശമില്ലെങ്കിൽ? ചോദിച്ചൊരു സമാധാനം പറഞ്ഞു വേണ്ടേ? അപ്പോൾ ഉൾഭാഗം പുറഭാഗം എന്നുള്ള വ്യവഹാരത്തിനും കാരണം ആകാശമാകുന്നു. ഇങ്ങനെ ഉൾവശം ഉണ്ടെങ്കിൽ ഒരു ഭാഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഉൾഭാഗം പുറം ഭാഗം എന്നുള്ള വ്യവഹാരത്തിന് കാരണം ആകാശമാകുന്നു. ശരീരാന്തർഭാഗത്തിൽ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വസിപ്പാനുള്ള സ്ഥാനങ്ങൾ നാഡികളുടെ അന്തർഭാഗങ്ങളാണല്ലോ, നാഡീവ്യൂഹങ്ങൾ. അതിനും കാരണം ആകാശമാകുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ 92 കിലോമീറ്റർ നീളമുണ്ടാക്കാൻ കഴിവുള്ള നാഡീവ്യൂഹങ്ങളാണ്. നാടിച്ചാൽ ഞരമ്പ് എന്ന് പറയും. അപ്പോൾ ഒരു ഞരമ്പ് വേറൊരു ഞരമ്പായിട്ട് വെൽഡ് ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ 92 കിലോമീറ്റർ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഭൂമിയുടെ സർക്കംഫറൻസ് തന്നെ 45 കിലോമീറ്ററേ ഉള്ളൂ, 45,000 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ 92,000 കിലോമീറ്റർ എന്ന് പറയാൻ ഭൂമിയെ രണ്ട് ചുറ്റാണുള്ളത് നമ്മൾ. ഇതൊക്കെ ചരകസംഹിതയിൽ വ്യവഹരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല, ആൾക്കാർ പഠിക്കണില്ല, വായിക്കണില്ല, വേണ്ട. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് ആകാശത്തിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞുകൊള്ളണം. ശബ്ദം എന്നത് സൂക്ഷ്മാകാശം, ആകാശം എന്നത് സ്ഥൂലാകാശം. ഇത് രണ്ടിൻ്റെയും ലക്ഷണം 33, 34 എന്നീ 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു. 32-ാം ശ്ലോകം ഭൂതോൽപത്തിയെയും പറഞ്ഞു. ഇതുപോലെ തന്നെ ഇനി വരുന്ന 3 പദ്യങ്ങളെ ക്രമേണ ഭൂതോൽപത്തി, സൂക്ഷ്മഭൂതലക്ഷണം, സ്ഥൂലഭൂതലക്ഷണം എന്നിവയെ പറയുന്ന പദ്യങ്ങളായിട്ട് ധരിക്കണം. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി 35-ാമത്തെ ശ്ലോകം പറയണു. നഭസ ശബ്ദതന്മാത്രാത് കാലഗത്യാ വികുർവതാ സ്പർശോ അഭവത്തതോ വായുസ്ത്വക് സ്പർശസ്യ ച സംഗ്രഹ. കാലത്തിൻ്റെ ഗതി നിമിത്തം വികാരത്തെ പ്രാപിച്ചതായ ശബ്ദതന്മാത്രമായിരിക്കുന്ന ആകാശത്തിൽ നിന്ന് സ്പർശവും അതിൽ നിന്ന് വായുവും ഉണ്ടായി. അതാണ് ആകാശമാണ് ആദ്യം ഉണ്ടായത്, അതിൽ നിന്നാണ് വായു ഉണ്ടായത്. ത്വക്കെന്ന് സ്പർശത്തിൻ്റെ ജ്ഞാനസാധനമാകും. ത്വക്ക് ഇല്ലാത്ത ഒരാൾക്ക് കാറ്റിനെ പറ്റി ഒന്നും അറിയില്ല, കാറ്റ് വീശേണ്ടത് അറിയില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, കാലത്തിൻ്റെ പ്രേരണ നിമിത്തം രൂപമാറ്റത്തെ പ്രാപിച്ചതായ ശബ്ദതന്മാത്രമായിരിക്കുന്ന ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന സൂക്ഷ്മഭൂതവും, കാണാൻ പറ്റില്ലല്ലോ, എൻ്റെ മേൽ കാറ്റ് കൊണ്ടുപോയില്ലേ, കുപ്പായം ഇടണോ, കാറ്റ് സഹിക്കാൻ വയ്യേ എന്നൊക്കെ തീരുമാനിക്കാൻ ത്വക്കാണ് പറഞ്ഞത്. എനിക്ക് സഹിക്കണില്ല, തണുക്കണു, അപ്പോൾ കുപ്പായം ഇടും. എനിക്ക് ചുടണു എന്ന് പറഞ്ഞാൽ ഫാൻ ഇടും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ പറഞ്ഞത്
സ്പർശം എന്ന സൂക്ഷ്മഭൂതത്വവും അതിൽ നിന്ന് വായു എന്ന് പറയപ്പെടുന്ന സ്ഥൂലഭൂതവും ഉണ്ടായി. ഇങ്ങനെയുണ്ടായ സ്പർശത്തെ ഗ്രഹിപ്പാനുള്ള ഇന്ദ്രിയമാകുന്നു ത്വക്ക് എന്ന് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 36 മൃദുത്വം കഠിനത്വം ച ശൈത്യം ഉഷ്ണത്വമേവ ജാം ഏതൽ സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വത. മൃദുവെന്ന ധർമ്മം, അതായത് ഇത് നല്ല സോഫ്റ്റാണെന്ന് പറയണില്ലേ, മൃദു എന്ന ധർമ്മം, കഠിനമെന്ന ധർമ്മം, ശീതാവസ്ഥ, ഉഷ്ണാവസ്ഥ, ഇത് സ്പർശത്തിൻ്റെ സ്പർശേന്ദ്രിയത്തിൻ്റെ സ്പർശനഭാവം വായുവിൻ്റെ സൂക്ഷ്മസ്വരൂപമാകുന്നു. ഇതൊക്കെ ഒരു 5, 6 അല്ലെങ്കിൽ 5, 10 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്നാൽ എന്താ ഗുണം? തന്നിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ വ്യാപ്തി ഹിമാലയ പർവ്വതം എവറസ്റ്റ് പോലെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിലോ 1000 രൂപ കൊടുത്ത് നെയ്വിളക്കിൻ്റെ ചീട്ടും വാങ്ങി ക്യൂ ഇല്ലാണ്ട് പോവാം. എന്നിട്ട് എന്താ കാണുക, എന്താ മനസ്സിലായതെന്ന് എനിക്കറിയില്ല. പ്രദോഷമാകും. അപ്പോൾ നമ്മുടെ ശരീരഘടനയെപ്പറ്റിയും ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, ചൈതന്യം ഉള്ളിലാണ് എന്നുള്ള സത്യമൊക്കെ അറിയാതെ കണ്ടുള്ള അല്ലേ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ എന്താ പറയുക, ഉത്സവത്തിന് പള്ളിവേട്ടയ്ക്ക് ഓരോരുത്തർ അല്ലേ ഒരു 8-10 ആൾ കൂടിയിട്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ലഹള കൂട്ടിയിട്ട് കൂക്കി വിളിച്ച് പോവുക. അതെന്തിനാ? തിരക്കില്ലാണ്ട് അമ്പലത്തിന് 4 പേർ ഓടാം, അവരെല്ലാവരും കാണുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. വേറെ അതിൽ ആത്മീയത എനിക്ക് തോന്നുന്നില്ല. പ്രമോഷമുണ്ടോ? അപ്പോൾ പറഞ്ഞു, മാർദ്ദവം, കാഠിന്യം, ശൈത്യം, ഉഷ്ണം എന്നിങ്ങനെയുള്ള സ്പർശനമുണ്ടാകുന്നത് സ്പർശതൻ മാത്രമായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ വായുവിൻ്റെ സ്വഭാവത്തിൽ നിന്നാകുന്നു എന്നാണ് പറഞ്ഞത്. 37 ശ്ലോകം ചാലനം വ്യൂഹനം പ്രാപ്തിർനേതൃത്വം ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാം ആത്മത്വം വായോ കർമാഭിലക്ഷണം. ശരീരത്തിൽ വായുവിൻ്റെ സഞ്ചാരം ശരിക്കില്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. വായുവിൻ്റെ അഭാവമുള്ള സ്ഥലത്തിനാണ് വാദം. കൈ വാദം വന്നു പോയി, കാല് വാദമാണ് എന്നൊക്കെ പറഞ്ഞാൽ കയ്യും കാലും പ്രവർത്തിക്കണില്ല എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു, ദ്രവ്യങ്ങളുടെയും ശബ്ദത്തിൻ്റെയും ഇളകുക എന്ന കർമ്മം, ചാലനം, ഇളകുക എന്ന കർമ്മം, കൂട്ടുക എന്നത്, പ്രവേശിക്കുക എന്നത്, നയിക്കുക എന്നത്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലം ഉണ്ടായിരിക്കുക, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലം ഉണ്ടായിരിക്കുക എന്നത് വായുവിൻ്റെ ലക്ഷണമായ കർമ്മമാകുന്നു. അപ്പോൾ വായു കോപിച്ചാൽ ഇന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. വൃക്ഷശാഖാദികളെ ചലിപ്പിക്കുക അല്ലേ. വൃക്ഷത്തിൻ്റെ വേരിനെ ചലിപ്പിക്കില്ല. കാരണം എന്താ? കാറ്റ് ഭൂമിയിലാണ്, ഭൂമിക്ക് അടിയിലാണ് വേരുകളുള്ളത്. പക്ഷേ കാറ്റ് പിടിച്ചാൽ ചില മരങ്ങൾ വേരോടുകൂടി കടപുഴകും. അപ്പോൾ വൃക്ഷശാഖാദികളെ ചലിപ്പിക്കുക, അങ്ങുമിങ്ങും കിടക്കുന്ന തൃണാദി ലഘുപദാർത്ഥങ്ങളെ അടിച്ചുകൂട്ടി ഒന്നാക്കി ചേർക്കുക, പുഷ്പാദി ദ്രവ്യങ്ങളിലുള്ള ഗന്ധാദികളെ നാസികാ സമീപത്തിലേക്ക് കൊണ്ടുവരിക, ദൂരത്തിലുള്ള ശബ്ദത്തെ ശ്രോത്രസമീപം പ്രാപിക്കുക, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകുവാൻ ആവശ്യമുള്ള ഭക്ഷണദ്രവ്യരസത്തെ അതാത് അവയവങ്ങളിലേക്ക് കൊണ്ടുചെല്ലുക. അതൊക്കെ ഈ കാറ്റിൻ്റെ പണിയാണ്. എന്നീ കർമ്മങ്ങൾ പുറത്തും ഉള്ളിലും നടക്കുന്നതിന് കാരണം വായു എന്നുള്ള സ്ഥൂലബോധമാണെന്ന് അറിഞ്ഞുകൊള്ളണം. അപ്പോൾ വായു ക്ഷോഭിച്ചാൽ ശരീരം തളരും. ഇനി 38 ശ്ലോകം
വായോശ്ച സ്പർശതന്മാത്രാത് രൂപം ദേവേരിതാദഭൂത് സമുദ്ധിതം തതസ്തേജശ്ചക്ഷുരൂപോവലംബനം. ഇതാണ് ശ്ലോകം. ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായ സ്പർശതന്മാത്രമായിരിക്കുന്ന വായുവിൽ നിന്ന് രൂപം ഉണ്ടായി. അതിൽ നിന്ന് തേജസ് ഉണ്ടായി. നേത്രം രൂപത്തെ ഗ്രഹിക്കുന്നതാകുന്നു. നേത്രം രൂപത്തെ ഗ്രഹിക്കുന്നതാണ്. ഞാൻ ഭാവാർത്ഥം, ദൈവപ്രേരിതമായ സ്പർശതന്മാത്രമായ വായുവിൽ നിന്ന് രൂപമുണ്ടായി. നോക്കൂ, വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഉരുക്കൂട്ടുന്നവൻ ആണ് വൈകുണ്ഠൻ. ആ വൈകുണ്ഠനാണ് പരമാത്മ സ്വരൂപനായിട്ട് ചൈതന്യവത്തായിട്ട് ഉള്ളിലിരിക്കണത് അല്ലേ. അപ്പോൾ മണ്ണ് ചവിട്ടിക്കൂട്ടി ഒരു വിഗ്രഹം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കണം, മെഴുകൊണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോരും, പല തുള്ളി മെഴുകുകൾ വേണ്ടേ. അതാണ് പറഞ്ഞത്. അപ്പം നേത്രം രൂപത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയമാകുന്നു. രൂപം എന്നത് സൂക്ഷ്മഭൂതം, തേജസ് അഗ്നി എന്നത് സ്ഥൂലഭൂതം. അതിനെ ഗ്രഹിപ്പാനുള്ള ഇന്ദ്രിയം ആണ് കണ്ണുകൾ അല്ലേ. അപ്പോൾ എന്തിനാ 2 കണ്ണ് തന്നിട്ടുള്ളത് ഭഗവാൻ? അപ്പോൾ അത് ശരിക്കുള്ള ഉത്തരം പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഒരു കണ്ണുള്ളവരോട് ചോദിച്ചാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നോക്കണം അവർക്ക്. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ശ്ലോകം 39. ദ്രവ്യാകൃതിത്വം ഗുണത വ്യക്തി സംസ്ഥാത്വമേവ ച തേജസ്ത്വം തേജസ സ്വാധീരൂപമാത്രസ്യ വൃത്തയാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ദ്രവ്യങ്ങൾക്ക് ആകൃതിയെ സമർപ്പിക്കുക എന്നത് ഗുണങ്ങളുടെ ആസ്പദമായിരിക്കുക എന്നത് വ്യക്തിരൂപമായ ദ്രവ്യത്തിന് യാതൊരു വിധമായ സ്വരൂപമോ അതാകുന്ന സ്വരൂപത്തോട് കൂടിയിരിക്കുക എന്നത്, തേജസ്സുള്ളതായിരിക്കുക എന്നത്, ഹേ പതിവ്രതേ, അതായത് സ്വന്തം അമ്മേനെയാണ് സല്യൂട്ട് ചെയ്യണത്, രൂപമാത്രത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. രൂപമായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ ലക്ഷണം ദ്രവ്യങ്ങൾക്ക് ആകൃതിയെ ജനിപ്പിക്കുക. ഫോം, FORM, ഫോം അല്ലേ. ഗുണങ്ങളെ ദ്രവ്യങ്ങളിൽ യോജിപ്പിക്കുക. ഓരോ ദ്രവ്യത്തിൻ്റെ സന്നിവേശം ഏതുവിധമോ, സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ, വളഞ്ഞിട്ടോ വളയാതെ നേരെ നിവർന്നിട്ടോ ഏതു വിധമോ അതേ വിധത്തിലുള്ള പ്രതീതി ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ ശക്തിവിശേഷം ഇവ ഹേ സ്വാധി. എന്താർത്ഥം? ഈശ്വരാർപ്പണ ബുദ്ധി ജാസ്തിയുള്ളവളെന്ന് പറയും. സധി രൂപമാത്രത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.